കോഴിക്കോട് കാരശ്ശേരിയിൽ 116 പേരുടെ വോട്ടുകൾ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്ന പരാതി. അപേക്ഷ സമർപ്പിക്കുകയും ഹിയറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തവരാണ് പട്ടികയിൽ നിന്നും പുറത്തായത്. കാരശ്ശേരി പഞ്ചായത്തിലെ 13-ാം വാർഡായ നെല്ലിക്കാപ്പറമ്പിലാണ് സംഭവം. നിലവിലെ പ്രശ്നം എന്താ വെച്ചാൽ 12-ാം വാർഡ് വിഭജിച്ചായിട്ട് ഇപ്പോൾ 13-ാം വാർഡിലേക്ക് ആക്കിച്ചു. ഈ 13-ാം വാർഡിൽ ഒരു സുമാർ 100 ചില്ലാനും വോട്ടുകൾ ഹിയറിംഗ് കഴിഞ്ഞ് പഞ്ചായത്തിൽ രേഖ എല്ലാവരും ഹിയറിങ്ങിന് ഹാജരായി. ഇതുവരെ ഇപ്പം 100 ചില്ലാനും ആൾക്കാരെ വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടില്ല. പുതിയ വോട്ടർ ലിസ്റ്റ് വന്നിട്ട് ബാക്കി എല്ലാ വാർഡിലും വന്നിട്ടുണ്ട്. 12-ാം വാർഡിൽ മാത്രം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അധികൃതരെ അറിയിച്ച് കലക്ട്രേറ്റിൽ പോയി ഒക്കെ പരാതി കൊടുത്തിട്ട് ഇതുവരെ അതിനൊരു നടപടി വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് അധികൃതരോട് പറയാനുള്ളത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, 116 പേരുടെ പേരുകളാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ആൾക്കാരുടെ പേരുകൾ ഒഴിവായതെന്നാണ് പ്രധാന പരാതി? KP കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ 13-ാം വാർഡായ നെല്ലിക്കാമ്പറമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ നെല്ലിക്കാമ്പറമ്പിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ആ പ്രദേശത്തുള്ള 116ഓളം പേർ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ഹിയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പക്ഷേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് അതിൽ ഇത്തരത്തിൽ 116ഓളം പേരുടെ പേരോ മറ്റു കാര്യങ്ങളോ പുതുതായി ആ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടിരുന്നില്ല. കൃത്യമായിട്ടുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്, അത് ഹിയറിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് തങ്ങളുടെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് ഈ ജനങ്ങൾ ചോദിക്കുന്നത്. മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തുകളിലും മറ്റുമൊക്കെ തന്നെ ഇത്തരത്തിൽ പേര് ചേർക്കാനായി അപേക്ഷ സമർപ്പിച്ചവരുടെയൊക്കെ പേരുകൾ പുതുതായി വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഈ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ഉൾപ്പെടാത്തവരെല്ലാവരും ചേർന്ന് കളക്ടറേറ്റിന് ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ പേര് ഈ വോട്ടർ പട്ടികയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ കൃത്യമായി എന്തുകൊണ്ടാണ് ഇവരുടെ പേര് തള്ളിയത് എന്നതിൽ അധികൃതർക്ക് മറുപടിയില്ല. പരിശോധിച്ചതിന് ശേഷം കൃത്യമായി ഇത്തരത്തിൽ അർഹതയില്ലാതെയാണ് ഇവരെ അനർഹരാണ് എങ്കിൽ അവരെ അതുകൊണ്ടാണ് തള്ളുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അനഘ, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ LDF-ന് മേധാവിത്വമുള്ള മേഖലകളിൽ അവരുടെ നേതൃത്വത്തിന് നിർദ്ദേശപ്രകാരം മറ്റിതര രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അനുഭാവികളുടെ പേരുകൾ ഒഴിവാക്കി എന്നുള്ള വിമർശനമുണ്ട്. നേരെ മറിച്ച് UDF-ന് മേധാവിത്വമുള്ള മേഖലകളിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള പരാതി പിന്നിൽ രാഷ്ട്രീയമാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനമാണോ ഉയർന്നത്, അല്ല ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികത്വമാണോ അധികൃതർ പറയുന്നത്? KP ഇവിടെ അതാണ്. അതായത് ഈ വോട്ടർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടാതെ പോയ 116 പേരിൽ കോൺഗ്രസ്സുകാരുണ്ട്, അതുപോലെ തന്നെ CPM-കാരുണ്ട്, BJP-കാരുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ കൊണ്ടാണ് ഇവരുടെ പേര് ചേർക്കപ്പെടാത്തതെന്ന് പറയാൻ സാധിക്കില്ല. ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ചില തകരാറാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവർ ഈ കളക്ടറേറ്റിലെത്തി പരാതി കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി പരിശോധിക്കാം, എന്താണ് കാരണമെന്ന് പറയാം, തിരിച്ച് ഇതിന് വേണ്ട നടപടികൾ ചെയ്യാം എന്നൊരു ഉറപ്പ് കളക്ടർ ഇവർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇതിൽ എല്ലാ പാർട്ടിയിലും ഉൾപ്പെട്ട ജനങ്ങൾ, ഈ 116 പേരിൽ പലരും പല പാർട്ടിയിൽ ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ രാഷ്ട്രീയ താല്പര്യമോ ഇതിന് പിന്നിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. KP ശരി, അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.